സോഹാർ നവചേതനയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2025 അരങ്ങേറി. സോഹാറിലെ അൽ മുൽത്തക്ക ഹാളിൽ വെച്ച് നടന്ന പരിപാടി നാട്ടോത്സവത്തിന്റെ ആവേശം വിതറിയാണ് മുന്നോട്ടു പോയത്. ആഘോഷാത്മകമായും വൈഭവത്തിന്റെ നിറവിൽ കൊണ്ടാടിയ പരിപാടി വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ വിജയം കുറിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം റെജി വിശ്വനാഥ് നിർവഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സുബിൻ ബാലകൃഷ്ണൻ, പാർവതി രാഹുൽ എന്നിവരെ കൂടാതെ നവചേതന പ്രസിഡന്റായ അനീഷ് എരാടത്ത്, സെക്രട്ടറി ഹരികൃഷ്ണൻ എന്നിവരും ചേർന്ന് വിളക്ക് കൊളുത്തി നിർവഹിച്ചു. മാവേലിയുടെ വരവേൽപ്പോടെ തുടക്കമിട്ട ആഘോഷങ്ങളിൽ വിവിധങ്ങളായ കേരളീയ കലാരൂപങ്ങൾ നിറഞ്ഞു നിന്നു. ഘോഷയാത്ര, ഓണപ്പാട്ടുകൾ, നൃത്തങ്ങൾ, തിരുവാതിര, നവചേതന അംഗങ്ങളുടെ ഫാഷൻ ഷോ തുടങ്ങിയ വിവിധ പരിപാടികൾ സദസ്സിനെ ആകർഷിച്ചു. പ്രധാന ആകർഷണമായി മാറിയത് വിശ്വനാഥ് സംവിധാനം ചെയ്ത നവചേതന അംഗങ്ങൾ അഭിനയിച്ച ഓണനാടകം മാ ഓണം ആയിരുന്നു. വേറിട്ട ശൈലിയിൽ ഹൃദയസ്പർശിയായും മനോഹരമായ രീതിയിലും ഭാവപൂരിതമായ നാടകം പ്രേക്ഷകരെ പിടിച്ചിരുത്തി. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു പരിപാടിയായിരുന്നു മലയാളി മങ്കയും കേരള ശ്രീമാനും. കേരളീയ വസ്ത്ര സൌന്ദര്യത്തിൽ ഒരുങ്ങിയിറങ്ങിയ മങ്കയും ശ്രീമാനും കാണികളുടെ മനം കവർന്നു. ഡോക്ടർ കെസിയ അലക്സാണ്ടറാണ് മലയാളി മങ്ക പട്ടം നേടിയത്. അരുൺ വേണുഗോപാൽ കേരള ശ്രീമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വർണ്ണാഭമായ പൂക്കള മത്സരവും പരിപാടിയിൽ അരങ്ങേറി. ബദ്രൽ സമ ആശുപത്രി ഗ്രൂപ്പിന്റെ പൂക്കളം 1ാം സമ്മാനം നേടി. അനീഷ് ഏറാടത്തിന്റെ നേതൃത്വത്തിലൊരുക്കിയ ഓണസദ്യ എല്ലാവർക്കും ഇഷ്ടമായി. ഓണത്തിന്റെ ആചാരങ്ങളും സംസ്കാരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നവചേതന നടത്തുന്ന ശ്രമത്തിന്റെ ഉജ്ജ്വല ഉദാഹരണമായിരുന്നു ഓണോത്സവം 2025. സോഹാറിലെ മലയാളി സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി തീർന്ന ഈ ആഘോഷം എല്ലാ തലങ്ങളിലും വിജയകരമായി സാക്ഷാത്കരിച്ചു.